തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഭൂരിഭാഗം സാക്ഷികളും കൂറുമാറിയ കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. ഈ നിലവിളിക്കുന്ന പോത്തൻകോട് കല്ലൂർ സ്വദേശിനി ലീലയുടെ മകനെയാണ് 11 പേരടങ്ങുന്ന ക്രിമിനൽ സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയ ശേഷം മഴുകൊണ്ട് കാൽ വെട്ടി വലിച്ചെറിഞ്ഞ കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷ് ഉൾപ്പെടെ 11 പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. സുധീഷിന്റെ കാൽ വെട്ടിയ 1-ാം പ്രതി ഉണ്ണി എന്ന സുധീഷിനും 18ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒട്ടകം രാജേഷിനും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിരവധി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്ന കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് നേട്ടമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരി. വിചാരണ നടക്കുമ്പോൾ സാക്ഷികളെ സ്വാധീനിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമുള്ളവരാണ്. അവർക്ക് ആ ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായത്. പ്രോസിക്യൂട്ടറെ പോലും ഭീഷണിപ്പെടുത്തിയ പ്രതികൾ സാക്ഷികളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. സാക്ഷി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ അവർ സ്വതന്ത്രമായിട്ട് വന്ന് കോടതിയിൽ സാക്ഷി പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇവർ ഈ കേസിൽ കസ്റ്റഡിയിലായതുകൊണ്ട് ഒരു പരിധിവരെ പോലീസിന് അവർക്കൊരു അസിസ്റ്റൻസ്, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് വന്ന് സാക്ഷി പറയാൻ കുറച്ച് പേർക്കെങ്കിലും പറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം റൂറൽ ASP ആയിരുന്ന MK സുൽഫിക്കറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി A ഷാജഹാനാണ് വിധി പ്രസ്താവിച്ചത്. ചെറിയ മക്കളും പ്രായമായ മാതാപിതാക്കളും വീട്ടിലുണ്ടെന്നും ശിക്ഷായിളവ് നൽകണമെന്നുമായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ഇതുപോലെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ട സുധീഷിനുമുണ്ടെന്നും അവരുടെ മകൻ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നും പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു. 2021 ഡിസംബർ 11-നായിരുന്നു സുധീഷ് ഒളിവിൽ താമസിച്ചിരുന്ന കല്ലൂരിലെ വീട്ടിൽ കയറി ഗുണ്ടാ സംഘം ക്രൂര കൊലപാതകം നടത്തിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.